ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും ലൈക്ക് സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചെയ്യണവരോടല്ല കേട്ടോ, ചെയ്യാതെ കാണുന്നവരോടാണ്. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്ന കുറേ ഫ്രണ്ട്സുകളുണ്ട്, അപ്പോൾ അവരൊക്കെ ചെയ്യുന്നുള്ളൊരു ഉറപ്പുണ്ട് എനിക്ക്, അതുകൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ല എല്ലാവർക്കും? ചായയൊക്കെ കുടിച്ചോ? ഇതിപ്പോൾ ഞാനൊരു 4 മണി 3:30 4 മണിൻ്റെ ഉള്ളിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പം ചായ കുടിച്ചു കേട്ടോ. ഞാൻ ചായ കുടിച്ചു. കടി ഉണ്ടാക്കിയിട്ടില്ല. കടി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മക്കൾ എത്തി കഴിഞ്ഞതും 4 മണിയാകുമ്പോഴത്തേന് അവർക്ക് വേറെ എന്തെങ്കിലും കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു മഗ്‌രിബ് സമയത്തുണ്ട് ഒരു ചായ കൂടി. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കടി ഉണ്ടാക്കാം. അപ്പോൾ ഞാനൊന്ന് ഉള്ളിവടയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഒരു കൂട്ടുകാരത്തി ഇന്ന് ഉള്ളിവടൻ്റെ ഒരു വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഭയങ്കര ആഗ്രഹം കേട്ടോ ഉള്ളിവട കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കണം. കടലപ്പൊടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മോനെ പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു മഗ്‌രിബ് സമയത്തായിട്ട് ഉണ്ടാക്കുക. ആ സമയത്താണ് ഇവിടെ എല്ലാവർക്കും അത്യാവശ്യം കേട്ടോ. ചായയും കടിയൊക്കെ കുടിക്കാനും ഒക്കെ ഇഷ്ടമുള്ള ഒരു ടൈമാണത്. അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഞാൻ ഇന്നലെ എവിടെ വെച്ചാൽ നിർത്തിയത്? ഞങ്ങൾ ജീവിതം പാലായിലോട്ടായിട്ടോ കുറച്ച് കാലം. അപ്പോൾ പാലായി അവിടുന്ന് കുറച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. സ്ഥലം പാലായി എന്ന് പറയും, അത് ഏത് ജില്ല അങ്ങനെ അറിയില്ല കേട്ടോ. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. പാലായി ഉള്ള അത് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ കുട്ടികളായിരുന്നു. അപ്പോൾ ഞാൻ ഉമ്മയും ഉപ്പാൻ്റെ കൂടെ ഞാനുണ്ടാവും. വലിയ താത്ത അമ്മായിൻ്റെ കൂടെയാണ്, വല്യമ്മാൻ്റെ കൂടെ രണ്ടാമത്തെ താത്ത. അങ്ങനെയാണ് കമ്പനി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓരോരോ കുട്ടികളുണ്ടാവും. വലിയ താത്താക്ക് എപ്പോഴും ഇഷ്ടം അമ്മായിനെയാണ്. അമ്മായി എന്ന് പറഞ്ഞാൽ ഇപ്പാൻ്റെ പെങ്ങൾ കേട്ടോ. ഇപ്പാൻ്റെ പെങ്ങൾ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ തന്നെ ഉള്ളൂ. അതിന് വേറെ ഇപ്പോൾ ഇപ്പയും വലിയപ്പയും വല്യമ്മയും എല്ലാവരും മരിച്ചില്ല. ഇപ്പയും മരിച്ചു കേട്ടോ. അപ്പോൾ അമ്മായി ഒറ്റയ്ക്കാണ്. അമ്മായിയും താത്തയും എൻ്റെ ഉമ്മയാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുക. അവരൊക്കെ അവിടെ പാലക്കാട്. അപ്പോൾ ആ അമ്മായിൻ്റെ കുട്ടിയായിരുന്നു വലിയ താത്ത കേട്ടോ. അമ്മായിക്ക് വലിയോളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുപോലെ വല്യമ്മക്കും വല്യപ്പാക്കും ഇഷ്ടമുള്ള കുട്ടി രണ്ടാമത്തെ നടുവത്തെ കുട്ടി താത്ത, എൻ്റെ മേലുള്ള താത്താനെയാണ് ഇഷ്ടം. ഞാനെപ്പോഴും പാൻ്റെയും ഉമ്മാൻ്റെയും കൂടെ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പം എങ്ങോട്ടേലും പോകണുണ്ടോ ഉമ്മ എങ്ങോട്ടേലും കൊണ്ടോ നിൽക്കും. ഇമ്മ ഇല്ലാതെ ഞാൻ എവിടെയും നിൽക്കില്ല. ചെറുതല്ലേ, ഞാനാണ് ഇതോടെ കുടുംബത്തിൻ്റെ ചെറിയ കുട്ടി. അപ്പം ഞാനെപ്പോഴും ഉമ്മാൻ്റെ കൂടെ തന്നെ എവിടെ പോവുകയാണെങ്കിലും പോകണം ഒക്കെ ചെയ്യും. എങ്ങോട്ടെങ്കിലും ഇവർ പോകണമെന്ന് അറിഞ്ഞാൽ അന്ന് ഞാൻ സ്കൂൾക്ക് പോകില്ല, അടിക്കും. ഒരു കുറി ഇതുപോലെ ഉമ്മ പെരിന്തൽമണ്ണക്ക് പോകണം. ഇങ്ങോട്ട് ഞാനിപ്പോൾ പെരിന്തൽമണ്ണയാണല്ലോ, ഉമ്മാൻ്റെ നാട് തന്നെയാണ് ഇട്ടത്, മലപ്പുറം പെരിന്തൽമണ്ണ. ഞാനെന്തായാലും ഉമ്മാൻ്റെ നാട്ടിൽ തന്നെ ആയി. അപ്പം ഉമ്മ ചിലപ്പോൾ ഉമ്മാൻ്റെ ഇവിടെയാണല്ലോ, ഉമ്മാൻ്റെ വീട്ടിലേക്ക് വരേണ്ട സംസാരം എന്തെങ്കിലും ഞാൻ കേട്ട് കഴിഞ്ഞാൽ കരയും. ഞാൻ കേട്ടാൽ പിന്നെ അന്ന് ഞാൻ സ്കൂളിൽ പോവില്ല. അപ്പോൾ ഒരു ദിവസം അതുപോലെ ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ഞാൻ സ്കൂളിൽ പോകാതെ ഓടി. ഉമ്മ പുറകെ ഓടും, വടി എടുത്തിട്ട് അങ്ങനെ പിന്നാലെ വരും. ഞങ്ങളവിടെയൊക്കെ വീടുകൾ ഇങ്ങനെ വരിക്കണം കേട്ടോ. അപ്പുറം ഇപ്പുറമൊക്കെ ഈ ഇടവഴികളാണ്. ഈ ഒരു വഴി കൂടെ പോയാൽ ഇപ്പുറത്തെ വഴി കൂടെ വരാം, അപ്പുറത്തെ വഴി കൂടെ പോയാൽ അപ്പുറത്തെ അങ്ങനെയുള്ള കേട്ടോ. അപ്പം ഇങ്ങനെ ആ വഴി കൂടെ ഒക്കെ അങ്ങനെ ഓടും. ഉമ്മ ബാക്കിൽ വടി എടുത്തിട്ട് ഇങ്ങനെ എൻ്റെ പിന്നാലെയും വരും. എന്നെ കിട്ടൂല, ഞാൻ അങ്ങനെ ഓടിക്കൊണ്ടേക്കും. എങ്ങോട്ടേലും പോകേണ്ടത് അറിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് കേട്ടോ. അങ്ങനെയൊക്കെ ഓരോരോ വിക്രസുകളും കൃതികളൊക്കെ കാട്ടിയൊരു കാലം. അങ്ങനെ ഞങ്ങളെ ജീവിതം അവിടുന്ന് അങ്ങോട്ട് പാലായിലേക്ക് പോയി. അവിടെ ഒരു തീപ്പെട്ടി കമ്പനി തന്നെയാണ് കേട്ടോ. വലിയ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെയായിരുന്നു ഉപ്പയും നെല്ലിയും എല്ലാവരും ജോലി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ മുതലാളീൻ്റെ വീടുണ്ടായിരുന്നു. വലിയ സാർമാർ, നല്ല പൈസക്കാരാട്ടോ. അപ്പോൾ അവർക്ക് കുറേ പൈസ ഉണ്ട് വെച്ചിട്ട്, പക്ഷേ മക്കളില്ല കേട്ടോ, കുട്ടികളില്ലാത്തവരാണ്. അപ്പോൾ അവരിങ്ങനെ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് ഉണ്ട കുട്ടികളായിരുന്നു. നല്ല തടിയും കളറും ചൊറുക്കുള്ള കുട്ടികളായിരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കി പോകും കേട്ടോ. അത്ര ചൊറുക്കായിരുന്നു. എൻ്റെ താത്തയൊക്കെ നല്ല രസമുള്ള കുട്ടികളായിരുന്നു, ഉരുണ്ട കുട്ടികളായിരുന്നു. അത്ര ഒക്കെ ചെറിയ ഓരോ 2 വയസ്സ് 1.5 വയസ്സിൻ്റെയൊക്കെ വ്യത്യാസമുള്ളൂ. ഞങ്ങൾ ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് ഇങ്ങനെ 3 കുട്ടികൾ. അപ്പോൾ അവിടുത്തെ ഫോർമാൻ എന്ന് പറയും. അപ്പോൾ അവരെ ഭാര്യ ഞങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അവർക്ക്. അപ്പോൾ അവിടുത്തെ ചേച്ചി ഞാൻ ചോദിച്ചിരുന്നു അത്ര കേട്ടോ, നിങ്ങൾക്ക് 3 കുട്ടികളല്ലേ, എനിക്കൊരു കുട്ടീനെ തരുമോ എന്ന് ചോദിച്ചിരുന്നു അത്ര കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 ദിവസം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ
കൊടുത്തുകൂടായിരുന്നില്ല അവർക്ക്. അപ്പം എനിക്ക് സുഖമായിട്ട് ജീവിച്ചുകൂടായിരുന്നില്ല എന്നൊക്കെ ഉമ്മാനോട് ചിലപ്പോൾ പറയും. പൈസക്കാരായിട്ട് എനിക്ക് കഴിയായിരുന്നു പറയും. അപ്പോൾ പൈസക്കാരായാലും വിഷയം തന്നെ കേട്ടോ. അവർക്കും ഉണ്ടാകും അവരുടേതായ ബുദ്ധിമുട്ടും കഷ്ടപ്പാടൊക്കെ. എല്ലാവർക്കും എല്ലാം തേഞ്ഞൊന്നും പഠിച്ചു കൊടുക്കില്ല, എന്തെങ്കിലുമൊക്കെ ഒരു കുറവുകൾ പഠിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഒരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ എത്തി. അവിടുത്തെ ജീവിത രീതികളായി. പിന്നെ അതുപോലെ ഒരു ദിവസം ഞാൻ എപ്പോഴും പുറത്തു കൂടെ ഇങ്ങനെ നടന്ന് കളിക്കും. എന്തോ അടുക്കളയിൽ ജോലി ചെയ്തിരിക്കുമ്പോൾ ഒരു തുമ്പിക്കോഴി ഉണ്ട്, അറിയോ എന്താ അറിയില്ല, നിങ്ങൾക്ക് അറിയില്ല. അത് പിന്നെ അതിന് വേറൊരു പേരുണ്ട് കേട്ടോ, പ്ലെയിൻ ഡക്ക്. വലിയ കഴുത്തൊക്കെ നീണ്ടിട്ടൊരു കോഴി കൊത്തും. അതിൻ്റെ അടുത്തേക്ക് പോയി. ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു രണ്ടെണ്ണം അല്ല 3 ഉണ്ടായിരുന്നു ഇവിടെ തറവാട്ടിൽ കേട്ടോ. അപ്പം അത് ഒന്നിന് ഞങ്ങൾ ഒന്നിനെ ആർക്കും കൊടുത്തു. ഒരു പ്ലെയിൻ ഡക്കിന് ഞങ്ങൾ അറക്കിച്ചു. അതുപോലത്തെ ഒരു കോഴി അവിടെ ഫോർമാൻ്റെ വീട്ടിലുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത്രേ. അത് വന്നിട്ട് ഞാൻ അതിനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുന്ന അവർ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ആ സംഭവം ഓർമ്മയില്ല. പക്ഷെ അതെന്താ അറിയില്ല, ഇന്നെ കൊത്തിയിട്ട് താഴത്തിട്ട് ഉരുട്ടി അങ്ങനെ കൊത്തുക അത്ര. എൻ്റെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട് ഒരു പാടുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറയും തുമ്പിക്കോഴി. പിന്നെ അതിന് ശേഷം എനിക്ക് പേര് തുമ്പിക്കോഴിയായിട്ട് എന്നെ വിളിക്കുമ്പോൾ തുമ്പിക്കോഴിനെ വിളിക്കുക. അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ ഒരു പാട്, അതറിയില്ല, അത് കാണില്ല. അത് സൂക്ഷിച്ച് നോക്കിയൊരു വെള്ളം ഒരു ഓട്ട ചെയ്യുന്നത്രേ. അത് കൊത്തിയിട്ടൊരു ഓട്ട ചെയ്യുന്നത്ര കേട്ടോ. അങ്ങനെ കൊത്തി ഇതായിരുന്നു. അതുപോലെ കറുത്ത ചേരട്ടുണ്ടല്ലോ, ചുവപ്പല്ല കറുത്തിട്ട് ചേറ്റ, അതിനെ ഞാൻ പിടിച്ച് കഴിച്ചിരുന്നത്ര കേട്ടോ. അത് ആലോചിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ വരിക. അത് ഇങ്ങനെ അടുക്കളയിൽ പണി ചെയ്യാത്തര. അപ്പം ഇങ്ങനെ കുട്ടി അവിടെ നോക്കിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് വന്നപ്പോൾ വായിന്നൊക്കെ ഇങ്ങനെ തേനൊലിക്കുകയാണ് അത്ര. അപ്പോൾ എൻ്റെ പൊള്ളിയിട്ട് ചുണ്ടൊക്കെ ആകെ ചുമന്ന് മുറിയായി. അപ്പോൾ അത് പിടിച്ച് ചമച്ച് മുട്ടായി ആണെന്ന് പറഞ്ഞിട്ട് വട്ടത്തിൽ ഇങ്ങനെ കിടക്കുമല്ലോ മണ്ണിലിങ്ങനെ. അപ്പോൾ അതെടുത്തങ്ങാണ്ട് പിടിച്ച് കഴിച്ചു. പിന്നെ കരക്കാരീനും ഉണ്ട് ഇത്ര. അപ്പോൾ ഉമ്മ വന്ന് നോക്കുമ്പോഴുണ്ട് വായ ആകെ പൊള്ളിയിട്ട് ഇതിനൊക്കെ ഉണ്ട് അത്ര അതിൻ്റെ പീസുകൾ കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഉമ്മ പറയുമ്മയും വലിയമ്മയും ഇപ്പൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനത്തെ ഒക്കെ ഓരോരോ കുറുമ്പും പിരാന്തം സ്വഭാവമൊക്കെ ആയിരുന്നു. അതുപോലെ മണ്ണ് അടിക്കാൻ വന്നാലും ഞാൻ കല്ലൊക്കെ എടുത്ത്, എനിക്ക് എപ്പോഴും കല്ലെടുത്ത് എറിയല്ല കേട്ടോ എല്ലാവരും പണി. അങ്ങനെയൊക്കെ ഓരോരോ വിശേഷങ്ങൾ പൊട്ടത്തരം അല്ലേ. അപ്പോൾ ആരും കേട്ടിട്ട് ചിരിക്കരുത് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെ വീട്ടിൽ വന്നിട്ട് കുറേ കാലം തുമ്പിക്കോഴി എന്നാണ് എന്നെ വിളിച്ചിരുന്നത്. തുമ്പിക്കോഴി വിളിച്ചിട്ട് എല്ലാവരും. അവിടെ ഒരു ഭാരതേട്ടൻ എന്ന് പറഞ്ഞൊരു ഏട്ടുണ്ടായിരുന്നു. അയാൾ ഞങ്ങളെ ഒപ്പമായിരുന്നു കേട്ടോ. അവിടെ ഇപ്പാൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ മരിച്ചിട്ട് ഇപ്പോൾ ഒരു മാസം ആവാൻ പോകണു ആൾ മരിച്ചിട്ട്. ആൾക്ക് ഞങ്ങൾ ഭയങ്കര ഇഷ്ടം. ഞങ്ങൾക്ക് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചെറുതാകുമ്പോൾ ഇപ്പാൻ്റെ ഫ്രണ്ടാണ്, നല്ല ഹെൽപ്പ് ചെയ്യുന്ന ആൾ. ഇപ്പോഴും തന്നെ ഞങ്ങൾ പോയാലൊക്കെ അത് സുഖമില്ലാതായിട്ട് ഇപ്പോൾ പെട്ടെന്ന് മരിച്ചു. ഒരു മാസം ആയിട്ടോ മരിച്ചിട്ട്. അപ്പോൾ അവരൊരു മോളുണ്ട്. ആ മോള് നീ ഇൻഷാല്ലാ ഞാൻ പോകുമ്പോൾ അവളെ കാണിച്ചു തരാം കേട്ടോ. എൻ്റെ വീഡിയോയിൽ ഞാൻ അവളെ ഒരു സെൽഫിയൊക്കെ എടുക്കുക. അപ്പോൾ അവൾ ഇപ്പോൾ പുറത്ത് വരാനായോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ അവളെ അച്ഛൻ മരിച്ചിട്ട് കുറച്ചല്ലായിട്ടുള്ളൂ, ഒരു മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. പുറത്ത് വരുമോ അറിയില്ല, എന്നാലും ഞാൻ കാണിച്ചു തരാം കേട്ടോ അവളെ. അപ്പോൾ അവൾക്കാണെങ്കിൽ ഞാൻ എന്നെ ഡെയിലി ചോദിക്കുന്നതാണ് എത്ര കേട്ടോ. ഡെയിലി എന്നെ ചോദിക്കും. ഇപ്പോഴും തന്നെ അവർ വന്നോ എന്നെ ചോദിക്കും. കുറച്ചൊരു വയസ്സിന് ഒത്തൊരു ബുദ്ധി ഇല്ല കേട്ടോ. വലിയൊരു ഇതില്ലാത്തൊരു കുട്ടിയാണ്. ഇപ്പോൾ കൊച്ചു കുട്ടികളെ പോലെ കേട്ടോ. മെയിൻ്റെ തലച്ചോറ് വളർച്ച കമ്മിയുള്ളൊരു കുട്ടിയാണ്. അപ്പോൾ പക്ഷേ സ്നേഹമാണ്. ഞങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്നാൽ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നല്ല കേട്ടോ. ഞാനത് കുറേ പ്രാവശ്യം ഞാൻ വീഡിയോ എടുത്തത്, പക്ഷേ അവളെ ഉൾപ്പെടുത്തിയിട്ടില്ല. അവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഇനി പോകുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലായത്തെ വിശേഷങ്ങൾ പറയുമ്പോൾ ആ കുട്ടിയുടെ അച്ഛനും അമ്മയും അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ അറിയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് കുറേ അങ്ങനെ ഇരുന്ന് ഞങ്ങൾ കുറച്ചൊക്കെ വലുതായപ്പോൾ വീണ്ടും പാലക്കാട് തന്നെ വന്നു. അന്ന് ഉമ്മാക്കൊന്നും പാലക്കാടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഉമ്മാക്ക് ഇവിടെ ജീവിച്ചിട്ട് അവിടെ പോയി ജീവിക്കുമ്പോൾ അവിടുത്തെ ആളുകളെ ഭാഷയും ഒന്നും ഉമ്മാക്ക് അറിഞ്ഞില്ല. ഇമ്മാനോട് ഒരു കുറി എപ്പോഴും ഇപ്പം വല്യപ്പ അവിടെ വല്യപ്പയും വല്യമ്മയും അമ്മായിയൊക്കെ തമിഴാട്ടോ സംസാരിക്കുക. അപ്പം ഉമ്മ ചെന്ന പുതുക്കത്തിൽ ഇതൊക്കെ ഉമ്മ പറഞ്ഞെന്ന് കണ്ടിട്ട് ചെന്ന പുതുക്കത്തിൽ ഇമ്മാനോട് റേഷൻ പിടിക്ക് പോകാൻ വേണ്ടിയിട്ട് സഞ്ചിയും റേഷൻ കാർഡ് എടുത്തിട്ട് വാന്ന് പറഞ്ഞത്രട്ടോ വല്യപ്പ. അപ്പോൾ അവിടെ പൈ എന്നാണ് പറയുക. സഞ്ചിക്ക് തമിഴിൽ പൈ എടുത്ത് വാങ്ങും. അപ്പം ഉമ്മാനോട് വല്യപ്പ പറഞ്ഞിട്ട് എന്താ പൈ എടുത്ത് വാ, പൈയും
റേഷൻ കാർഡ് എടുത്തിട്ട് വാന്ന് പറഞ്ഞു. അപ്പം ഉമ്മ റേഷൻ കാർഡ് ഉമ്മ എടുത്ത് കൊടുത്തു. പക്ഷെ പിന്നെ ഉമ്മാനെ കാണാനല്ല കേട്ടോ. അപ്പം വലിയപ്പം എവിടെ ഇതെന്തെത്ര നേരം എന്ന് പറഞ്ഞിങ്ങനെ വിളിച്ചപ്പോൾ ഇമ്മ തൊടുവിലൊക്കെ പോയി തിരയാത്ര കേട്ടോ. അപ്പോൾ പയ്യെന്ന് പറഞ്ഞാൽ പശു അല്ലേ. അപ്പം ഉമ്മാൻ്റെ മെയിനിലത് പയ്യെന്ന് പറയുമ്പോൾ പശുവാണ്. അപ്പം ഉമ്മ എന്തത്ര തൊടുവിലൊക്കെ പോയി തിരയുന്നു. അപ്പം എന്താ തിരയുന്നു ചോദിച്ചപ്പോൾ പയ്യെ ഇവിടെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞത്ര ഉമ്മ. അപ്പം ഉമ്മ പശുവിനെ തിരയാണ്. വലിയപ്പോൾ ആ പയ്യെല്ലാം ഉദ്ദേശിച്ചത് സഞ്ചിയാണ്, റേഷൻ കടയ്ക്ക് പോകുന്ന സഞ്ചിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയൊക്കെ ഓരോരോ കോമഡി ആയിട്ടുള്ളൊരു കാലങ്ങളായിരുന്നു കേട്ടോ. അത് സങ്കടങ്ങളും കോമഡികളും എല്ലാം സന്തോഷങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കഥകളും രസങ്ങളൊക്കെ പിന്നെ പറഞ്ഞാൽ നിങ്ങൾ കേട്ട് ഇരിക്കണവർക്ക് രസം തോന്നും. പക്ഷെ തീരില്ല കേട്ടോ. ഇപ്പോഴൊന്ന് ഇത്രയും കാലത്തിന് ശേഷം കുറേ ഉണ്ടാവും. എനിക്ക് തന്നെ പറഞ്ഞാൽ തീരാത്ത സംഭവങ്ങളാണ് കേട്ടോ എൻ്റെ വീട്ടിലുള്ളത്. അപ്പം ഞാൻ അതുകൊണ്ടാണ് അതന്നെ ഒരു കണ്ടൻറ്റുകൾ ഓരോ ദിവസം ഓരോരോ കണ്ടൻറ്റ് ആക്കിയിടാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങ് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ പാലായിൽ പിന്നെ വലിയ അധികം ഇതൊന്നും ഇല്ല, വലിയ സ്റ്റോറി ഒന്നുമില്ല. പാലായിൽ ഈ ഒരു കുറച്ച് ഓർമ്മയുള്ളൂ. പിന്നെ അതുപോലെ ഞാൻ പറഞ്ഞല്ലോ ആ ഫോർമാൻ്റെ വീട്ടിൽ ആന വരും കേട്ടോ. അപ്പം ഞങ്ങൾ ആനക്കുള്ള മറ്റേ ചക്കരുണ്ടിയും പഴമൊക്കെ കൊടുക്കണം, അതൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ഓർമ്മ ഉണ്ട്. അതുപോലെ ഐസുംകാരൻ്റെ പിന്നാലെ ഓടിയൊരു കഥ ഉണ്ട്. ഐസിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാനും എൻ്റെ താത്തയും പിന്നാലെ ഓടിയിട്ട് തിരിച്ച് വരാൻ വഴി അറിയാതെ അങ്ങനെയൊക്കെ ആയൊരു കഥ ഉണ്ട്. ഐസുകാരെ പിന്നാലെ പൈസ ഒന്നുമില്ല കേട്ടോ, ഐസ് കിട്ടുമെന്ന് എഴുതിയിട്ട് ഐസുകാരൻ്റെ പിന്നാലെ ഓടിയിട്ട് ആളെ പാട്ടിന് അങ്ങനെ പോയി. ഞങ്ങളിങ്ങനെ തിരിച്ചു വരാനായിട്ട് ഇമ്മ തിരഞ്ഞു, അടി കിട്ടി, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു സംഭവങ്ങൾ. അപ്പോൾ അത്ര കുറച്ച് ഓർമ്മയുള്ളൂ കേട്ടോ. പാലായത്തെ കഥകൾ അത്രയൊക്കെ ഓർമ്മയുള്ളൂ. അപ്പോൾ അവിടേക്ക് ചെന്നപ്പോൾ ആ ഒരു ഇതിൽ അത്ര വലിയൊരു മെയിന് വരുന്നില്ല കേട്ടോ, ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ ഞങ്ങളെ പാലക്കാടത്തെ ഞങ്ങളെ കുഞ്ഞു വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്ന് ഇത്ര മതി കേട്ടോ. നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അപ്പോൾ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മളെപ്പോലുള്ളവരുടെ ഇത് കേട്ടോ, പ്രതീക്ഷ. അപ്പോൾ എല്ലാവരും നാളെ വെയിറ്റ് ചെയ്തിരിക്കാം കേട്ടോ നാളത്തെ സ്റ്റോറി കേൾക്കാൻ. അപ്പോൾ സ്റ്റോറി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പെട്ടില്ല എന്ന് തന്നെ പറഞ്ഞോളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടു എന്നൊന്നും പറയണ്ട, ഇഞ്ഞതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിൽ നല്ല നല്ല കമൻറ്റുകളൊക്കെ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ കമൻറ്റുകളൊക്കെ ഇങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കടവും സന്തോഷമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓക്കെ ബൈ. നമുക്ക് നാളെ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും. ഓക്കെ ബൈ. അസ്സലാമു അലൈക്കും. ബൈ.